ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വേൾഡ് അഫ്ലിയർ. അപ്പൊ നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു സംഭവം ഇന്ന് കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. സംഭവം മറ്റൊന്നല്ല, ഗൂഗിളിൽ നിന്ന് ജസ്റ്റ് ഒരു കത്താണ്. ഒരു കത്ത് നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഗൂഗിളിന്. അപ്പൊ ഇത് എന്താണ് സംഭവം എന്നും ഇതിന്റെ ഉള്ളിൽ എന്താണ് എന്നൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എങ്ങനെയാണ് ഈ ഒരു സംഭവം കിട്ടുക എന്നുകൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇത് ജസ്റ്റ് തുറക്കാൻ വേണ്ടിയിട്ട് 3 ഭാഗത്തും ഡോട്ടഡ് ലൈൻസ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഇവിടെ അമർത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ സംഭവം തുറക്കാൻ കഴിയും. അപ്പോ ജസ്റ്റ് ഞാൻ തുറക്കാൻ പോവാണ്. എന്താണ് ഇതിന്റെ ഉള്ളിൽ എന്നുള്ളത് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പൊ എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇതിന്റെ 3 ഭാഗത്തുള്ളതും ഡോട്ടർ ലൈനിൽ കറക്റ്റ് ആയിട്ട് കീറിയിട്ടുണ്ട്. അപ്പൊ ഇതുമ്പോ എന്തൊക്കെയാണ് ഉള്ളത് നിങ്ങൾക്ക് ഇതുവരെ കാണിച്ചിരുന്നില്ല. ഇതിപ്പോ ആദ്യം തന്നെ ഉള്ളത് ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോഗോ, ഗൂഗിളിന്റെ ആഡ്സെൻസിന്റെ ഒരു ലോഗോയും അതേപോലെ തന്നെ ഒരു സംഭവമാണ് ആദ്യം തന്നെ ഉള്ളത്. പിന്നെ നേരെ ബാക്ക് വശത്ത് എടുത്തു നോക്കി കഴിഞ്ഞാല് നേരെ നമ്മുടെ അഡ്രസ് ഉണ്ടാവും. പിന്നെ എവിടുന്നാണ് ഈ ഒരു കത്ത് വന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് അതിന്റെ അഡ്രസ് ഉണ്ട്, മുഹമ്മദ് അഫ്ലൽ പള്ളിയിലോ സ്കൂരുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ അഡ്രസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ലെറ്റർ വന്നിട്ടുള്ളത് സംഭവം ഗൂഗിളിൽ നിന്ന് ലെറ്റർ വന്നതാണെങ്കിലും ഗൂഗിളിന്റെ ഹെഡ് ഓഫീസ് നമ്മുടെ മുംബൈയിലുണ്ട്. അപ്പൊ അവിടുന്നാണ് ഈ ഒരു ലെറ്റർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ലെറ്ററിലുള്ളത്. അപ്പൊ ഇനി എന്തായാലും നമ്മള് തുറന്നു നോക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ ഇത് തുറന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ തുറക്കുമ്പോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു പിൻ വെരിഫിക്കേഷൻ, നമ്മുടെ അഡ്രസ് വെരിഫിക്കേഷന്റെ ഒരു സംഭവമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പിൻ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു പിന്ന് നമ്മുടെ ആഡ്സെൻസിൽ $10 ആയി കഴിഞ്ഞാൽ, അതായത് മൊത്തത്തിൽ ഞാൻ ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ 4000 മണിക്കൂർ ആളുകൾ നമ്മുടെ വീഡിയോസ് കാണും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആയി കിട്ടും. അതായത് പരസ്യം വരുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ അത് $10 ആയി കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിയ ക്യാഷ് $10 ആയി കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ആഡ്സെൻസിൽ നിന്ന് ഇതേപോലെ തന്നെ ഒരു അഡ്രസ് വെരിഫിക്കേഷൻ വരും. അതേപോലെ തന്നെ ഒരു ഐഡന്റിറ്റി വെരിഫിക്കേഷൻ വരും. ഐഡന്റിറ്റി വെരിഫിക്കേഷനിൽ നമ്മൾ നമ്മുടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ ആധാർ കാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു ഫോട്ടോ എടുത്തിട്ട് നേരെ അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ അവർ നമ്മൾ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യും. അതേപോലെ തന്നെ പിൻ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഈ ഒരു അഡ്രസ് വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് അവർ ഇതേപോലെ ഒരു ലെറ്റർ നമുക്ക് നേരെ വീട്ടിലേക്ക് അയക്കും. അപ്പൊ ഇത് നേരെ തുറന്നു നോക്കുമ്പോൾ തന്നെ ഇനി ഈ ഒരു നമ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു പിന്ന് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞിട്ട് 4 സ്റ്റെപ്പുകൾ ഇതിലുണ്ട്. സംഭവത്തിൽ പറഞ്ഞൊന്നല്ല, നമ്മുടെ ഈ ഒരു ആഡ്സെൻസ് ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു പിന്നടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ ബാർ അവിടെ ഓൾറെഡി ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞത് പ്രകാരം ഗൂഗിൾ AdSense.com നേരെ കയറുക, എന്നിട്ട് പേയ്മെന്റ്സ് എടുക്കുക, അക്കൗണ്ട് ഇൻഫർമേഷൻ എടുക്കുക, അതിൽ ഈ ഒരു പിന്ന് നേരെ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പിന്നെ ഈ ഒരു ലെറ്ററിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയ ഒരു സംഭവം എന്താണ്, നമ്മൾ ഈ ഒരു ലെറ്റർ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒന്നിങ്ങനെ ലൈറ്റത്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഉള്ളിലുള്ള നമ്പർ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അത്ര വലിയതായിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള സംഭവം ഒന്നല്ല ഇപ്പൊ ഇതെന്ന് പറഞ്ഞത്. എന്തായാലും തർക്കമില്ല, ഈ ഒരു ലെറ്റർ ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഗൂഗിൾ എന്നൊക്കെ എഴുതിയിട്ട് കുറെ സംഭവങ്ങളുണ്ട്. ഈ ഭാഗത്താണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ പിന്ന് വരുന്നത്. അതേപോലെ തന്നെ കുറച്ച് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇതാണ് ഈ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വെരിഫിക്കേഷൻ, അഡ്രസ് വെരിഫിക്കേഷന്റെ ഈ ഒരു ലെറ്ററിലുള്ളത്. അപ്പൊ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം, ഒരുപാട് കാലം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഏകദേശം കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ 20 ഏപ്രിൽ 30 അങ്ങനെ ഏതൊരു ടൈമിലാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലെറ്റർ കിട്ടുന്നത്. അപ്പൊ അത്രയും കൂടുതൽ എന്താ പറയാ ഇത് ആഗ്രഹിച്ചിട്ട് അത്രയും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സംഭവമാണ് ഈ ഒരു ലെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ ഇനി ഞാൻ പോയിട്ട് ഈ പിന്നെ നേരെ പോയിട്ടൊന്ന് സെറ്റ് ആക്കാനുണ്ട്, എന്റെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കാനുണ്ട്. അപ്പോ ഏകദേശം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ നമ്മൾ ഹൗ ടു ബിക്കം എ സക്സസ്ഫുൾ യൂട്യൂബർ എന്നുള്ള ഒരു ടോപ്പിക്കിൽ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ഇടുക. കാരണം എനിക്കറിയുന്ന ഒരുപാട് ട്രിക്കുകളും ടിപ്സുകളും അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഒരു ചാനൽ തുടങ്ങിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഒരു നല്ലൊരു അടിപൊളി വീഡിയോ ഉണ്ടാക്കണം എന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴത്തൊന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ആ വീഡിയോ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ഇടുക. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടിട്ടാം പ്രതീക്ഷയോടെ. ബൈ.